ഉണ്ടാവില്ല. ചിലപ്പോൾ ഉയർന്ന ചിന്താഗതികളുണ്ടാവും, മിക്കപ്പോഴും അത് ഉണ്ടാകില്ല. ഈ ഒരു ചെറിയ കാലയളവിനെ വലുതാക്കി ഈ വിശ്വത്തോളം വലുതാക്കുക എന്നുള്ളതാണ് സന്യാസിമാരും നല്ല ഗൃഹസ്ഥാശ്രമികളും ചെയ്യുന്നത്. അപ്പം ഇത് അമ്മ ഒരു ഉദാഹരണം പറയും. ഒരു 25-26 വയസ്സ് വരെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി അങ്ങനെ ഒറ്റയ്ക്ക് മതിമറന്ന് ജീവിക്കുന്ന ഒരു കാലമുണ്ട്. അതായത് അഹങ്കാരം അതിൻ്റെ മൂർധന്യത്തിലെത്തുന്ന ഒരു കാലം. മിക്കവാറും എല്ലാ യുവതികളും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അവരെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. സെൽഫ് സെൻറ്റേർഡ്, തന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതം. അതിനെ തന്നെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. മറ്റ് സറൗണ്ടിങ്സ്, ചുറ്റുമുള്ളവരെ, ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയുമില്ല. അവരുടെ ദുഃഖത്തിനെ കുറിച്ച് ചിന്തയില്ല. കാരണം ഞാനൊരു ഐസൊലേറ്റഡ്, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ഈ ലോകവും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വിചാരിക്കുന്നവരാണ് പലരും. അങ്ങനെ നമ്മൾ 25 വയസ്സ് 26 വയസ്സ് കഴിയുമ്പോൾ, ചില പെൺകുട്ടികളാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും ഞാൻ എന്നുള്ള ചിന്ത അങ്ങോട്ട് പോകുന്നത്. കാരണം ഇനി ഒരാളെ കൂടെ നമ്മുടെ ഉള്ളിൽ വസിപ്പിക്കണ്ടേ. വിവാഹം എന്ന് പറയുന്നതാണ് ഒരാൾക്കൂടെ ജീവിതത്തിലേക്ക് പ്രവേശനം നൽകുകയാണ്. ആ പ്രവേശനം നൽകുക എന്ന് പറയുന്നത് എന്താണ്? ഹൃദയം വികസിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ കൂടെ പരിഗണിക്കേണ്ട, സ്നേഹപൂർവ്വം പരിഗണിക്കേണ്ട, സ്വന്തം എന്ന് വിചാരിച്ച് പരിഗണിക്കേണ്ട ഒരവസ്ഥ. അതൊരു മനസ്സിന് ഒരു വികാസം വരിക എന്നാണ് അതിനർത്ഥം. ഇത് കഴിഞ്ഞ് കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെയും മനസ്സ് വികസിക്കണം, കൊച്ചുമക്കളുണ്ടാകുമ്പോൾ പിന്നെയും മനസ്സ് വികസിക്കണം. ഇങ്ങനെ മനസ്സ് വികസിച്ച് ഒരു പരിധിയാവും നിന്ന് പോകുന്നു. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ മക്കളും തീർന്നു. അവിടെ നിൽക്കുന്നില്ല സന്യാസി, അവിടെ നിൽക്കുന്നില്ല യഥാർത്ഥ ഗൃഹസ്ഥാശ്രമി. ആ മനസ്സിനെ വീണ്ടും വികസിപ്പിച്ച് ഈ വിശ്വത്തോളം വലുതാക്കുന്നതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മളതിനെ ആ വിധത്തിൽ കാണുകയോ അങ്ങനെ വ്യാഖ്യാനിക്കുകയോ അങ്ങനെ സാക്ഷാത്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത്തരം സംഗമങ്ങൾ, മഹാസംഗമങ്ങൾ, ഞാൻ എന്ന ബോധം വിട്ടിട്ട് എല്ലാവരെയും പരിഗണിക്കുന്ന ഒരവസ്ഥ. നമ്മൾ ശബരിമല പോകുമ്പോൾ, ഇനിയിപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ ഈ ആരതിയൊക്കെ, ഇവിടെ ഈ വൈകുന്നേരത്തെ ആരതിയുണ്ട്. അല്ലെങ്കിൽ ശബരിമല പോകുമ്പോൾ, ഇനിയിപ്പോൾ ഗുരുവായൂർ പോയാൽ, മറ്റേതെങ്കിലും തീർത്ഥസ്ഥാനങ്ങളിൽ പോകുമ്പോൾ, നാട്ടിലെ ഉത്സവത്തിന് പോകുമ്പോൾ, ശീവേലി കാണാൻ പോകുമ്പോൾ, അവിടെ ഭയങ്കര ഇടിയാണ്, അല്ലേ? ഇടിയോടിടിയാണ്. ശബരിമല പോകുന്നവർക്കറിയാം. ഈ മലയെല്ലാം കയറി 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ 41 ദിവസം വ്രതം അനുഷ്ഠിച്ച്, ഈ വ്രതം അനുഷ്ഠിക്കുക കർശന. ഇപ്പോൾ ആന്ധ്രാപ്രദേശത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചെരുപ്പ് പോലും ഇടില്ല. വ്രതം 41 ദിവസം ആരാണെങ്കിലും, മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും CEO ആണെങ്കിലും പണക്കാരനാണെങ്കിലും സാധുവാണെങ്കിലും കറുത്ത മുണ്ട് കൊടുത്ത് ചെരുപ്പ് വിടാതെ ഓഫീസിൽ പോകും. അതൊരു വലിയ ത്യാഗമാണ്. കുറച്ച് നാളത്തെ ഉള്ളുവെങ്കിൽ പോലും. ഇതെല്ലാം കഴിഞ്ഞ് ശബരിമല ഈ മലയെല്ലാം ചവിട്ടി കയറി ചെന്നാൽ നിങ്ങൾക്ക് അയ്യപ്പനെ കാണാൻ കഴിയുന്ന എത്ര സമയം? ഒരു നിമിഷം. അപ്പോഴേ അവിടെ നിന്ന് മാറും, അല്ലേ? ആ ഒരു നിമിഷത്തിന്, അവിടെ ആ ഒരു നിമിഷത്തിന് വേണ്ടി നിങ്ങൾ അനുഭവിക്കുന്ന വേദന, ശാരീരികമായും മാനസികമായും, തള്ളലും ഇടിയും കൂത്തും മറ്റുള്ളവരും ബഹളം വെക്കലും, ഇതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇതിനൊക്കെ നമ്മൾ പരാതി പറയാറുണ്ടോ? നമ്മൾ പരിവപ്പെടാറുണ്ടോ? നമ്മൾ കേസ് കൊടുക്കാറുണ്ടോ? ഇല്ല. എന്താണ് കാരണം? നമ്മളെ തന്നെ മറക്കുന്നു, അല്ലേ? ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി നമ്മളെ തന്നെ മറക്കുന്ന ഒരവസ്ഥ, നാം സ്വയം മറക്കുന്ന അവസ്ഥ, സെൽഫ് ഫോർഗെറ്റ്ഫുൾനെസ്. അത് തന്നെയാണ്
ഈ ആധ്യാത്മികത എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. അപ്പൊ ഈ ഒരു ബോധം വാസ്തവത്തിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വൺനെസ്, ഈ ഐക്യബോധം, യോഗം എന്ന് പറയുന്ന അവസ്ഥ, ഒന്നാകുന്ന അവസ്ഥ, ഞാനെന്നും മറ്റുള്ളവരെന്നും ഇല്ല എന്നുള്ള അവസ്ഥ, ആ അവസ്ഥയിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും എത്താറുണ്ട്. അതാണ് ഈ ഇങ്ങനെയുള്ള മഹാസംഗമങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. അപ്പം നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ, ആരതി നടത്തുമ്പോൾ, ഇതിൽ ഭാഗവക്കുകളാകുമ്പോൾ ഓർക്കേണ്ടത് ഇതാണ്. മനസ്സിൽ നമ്മൾ ധ്യാനിക്കേണ്ടത് ഇതാണ്. നമ്മൾ വീട്ടിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ കുടഞ്ഞിട്ട് പോകുന്നതല്ല. ഇതാണ് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത്. എല്ലാവരും ഈശ്വരനാണ്. ഇവിടെ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ഈശ്വരനെ ആരറിയുന്നുവോ അവൻ ഈശ്വരനായി മാറും. നമ്മൾ സാധാരണ ഇന്നത്തെ നാട്ടിലൊക്കെ മനുഷ്യദൈവങ്ങൾ എന്ന് പറയില്ലേ, മനുഷ്യൻ തന്നെയാണ് ദൈവം. മനുഷ്യൻ മാത്രമല്ല, സകല ജീവരാശികളും ദൈവമാണ്. എവിടെ ദൈവം എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ദൈവം. ഇതാ ഈ ഭാരതപ്പുഴയിലാണ് ദൈവം. ഈ ഭാരതപ്പുഴ ദൈവമാണ്. ഈ പ്രകൃതി മുഴുവൻ ദൈവമാണ്. ഈ ഇരിക്കുന്നിടം ദൈവമാണ്. സുഖം എവിടെയാണ്, ആനന്ദം എവിടെയാന്ന് ചോദിച്ചാൽ എവിടെ പറയും? എന്ത് പറയും? എവിടെയാണ് ആനന്ദം? ഇവിടെയാണ് ആനന്ദം. ആനന്ദിക്കുമ്പോൾ നിങ്ങൾ അവിടെയല്ലേ? ആ നിമിഷത്തിലല്ലേ? അതെ. നിങ്ങൾ ഇന്നലത്തെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷത്തെക്കുറിച്ചോ അടുത്ത നിമിഷത്തെക്കുറിച്ചോ ചിന്തിച്ചാൽ ആനന്ദമില്ല, സന്തോഷം പോയി. ഇതാണ് മഹത്തായ സനാതന ധർമ്മം ലോകത്തിന് നൽകുന്ന സന്ദേശം. വെറുതെയാണ് നമുക്ക് ജാതിയുണ്ട്, മതമുണ്ട്, വേർതിരിവുകളുണ്ട് എന്നൊക്കെ പറയുന്നത്. അതൊന്നും അല്ല ഋഷി നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെ ഈ ഋഷി പഠിപ്പിച്ചത് സകല ചരാചരങ്ങളും ഈശ്വരനാണെന്നാണ് പഠിപ്പിച്ചത്. അതാണ് സനാതന ധർമ്മത്തിന്റെ മഹത്വം. മറ്റൊരു മതത്തിനും അത് അവകാശപ്പെടാൻ സാധിക്കില്ല, സനാതന ധർമ്മത്തിനല്ലാതെ. ഇത് നമ്മുടെ കുട്ടികൾ അറിയണം, നമ്മുടെ ചെറുപ്പക്കാരറിയണം, നമ്മുടെ യുവാക്കൾ അറിയണം. ഇന്ന് ലോകത്തിലെ ഒരു മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരെ എടുത്താൽ, ഞാൻ അമ്മയുടെ കൂടെ കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ലോസ് ആലമോസ് ലബോറട്ടറിയിൽ അമ്മയുടെ ധാരാളം ഭക്തന്മാരുണ്ട്. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 75% ശാസ്ത്രജ്ഞന്മാരും സയന്റിസ്റ്റും ഈശ്വരനെ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മൾ പറയുന്ന പോലെ ഒരു ഈശ്വരനെ എല്ലാവരും വിശ്വസിക്കുന്നു. ഒരു സുപ്രീം ഇന്റലിജൻസ്, എല്ലാത്തിനും അതീതമായി നിൽക്കുന്ന ഒരു ശക്തി. അത് തന്നെ സനാതനധർമ്മം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മളോട് പറഞ്ഞ എന്താണ് ഋഷി? എല്ലാത്തിനെയും ആരാധിക്കുക, കാരണം എല്ലാം ഈശ്വരനാണ്. ഞാൻ നിങ്ങളെ ആരാധിക്കണം, നിങ്ങൾ മറ്റുള്ളവരെ ആരാധിക്കണം, വൃക്ഷങ്ങളെ ആരാധിക്കണം, ചെടികളെ ആരാധിക്കണം, മലയെ ആരാധിക്കണം, നദികളെ ആരാധിക്കണം, ക്രൂര മൃഗങ്ങളെയും ആരാധിക്കണം. അതല്ല ഈശ്വരൻ. ലോകത്തിലെ നമ്മൾ ഒരു പേര് കേട്ട ഒരു 25 ശാസ്ത്രജ്ഞന്മാരെ എടുത്താൽ